സഫലമീ യാത്ര പിന്നിട്ട ദൈവാനുഗ്രഹത്തിൻ്റെ 50 സുവർണ വർഷങ്ങളിലൂടെ. ചില അവതാരങ്ങൾ അങ്ങനെയാണ്. അവർ ഇരുൾമൂടിയ മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ടുള്ള ഒരു ദീപമായി കടന്നുവരും. മനസ്സിലും ജീവിതത്തിലും അവർ വെളിച്ചം പകരും. പിന്നെ ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ ഉത്സവമാണ്. അവർ അങ്ങനെയാണ്. അവർ സ്നേഹമാണ്. അത് അത്ഭുതമാണ്. 1946 മെയ് 6-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ മീനം 10-ലെ അതികഠിനമായ ചൂടുള്ള ഒരു ദിവസം. അന്ന് എറണാകുളം ജില്ലയിലെ കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ ചേരാനെല്ലൂർ ഇടവകയിൽപ്പെട്ട മാണിക്കത്താൻ കുടുംബത്തിൻ്റെ തറവാട്ട് വീട്ടിൽ എല്ലാവരും സമ്മേളിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ഉത്കണ്ഠയുണ്ട്. ഇതൊന്നും അറിയാതെ ചെറിയ കുട്ടികൾ ഓടിക്കളിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രായം ചെന്ന വൈറ്റാട്ടി വന്നു പറഞ്ഞു, ത്രേസ്യാമ്മച്ചി പ്രസവിച്ചു. ഒരു ആൺകുട്ടി. മാണിക്കത്താൻ ഔസേപ്പ് ത്രേസ്യ ദമ്പതികളുടെ 7ാമത്തെ കുട്ടി. മാണിക്കത്താൻ കുടുംബത്തിലെ മാണിക്യം. ആ കുട്ടിക്ക് അവർ പേര് നൽകി ജോർജ്. ജോർജ് എന്ന പേരിൻ്റെ അർത്ഥം കർഷകൻ എന്നാണല്ലോ. ക്രിസ്തുവിനു വേണ്ടി അനേകായിരങ്ങളെ അവൻ്റെ വയലിലേക്ക് ആനയിക്കുവാൻ ക്രിസ്തുവിൻ്റെ കർഷകനായി ആ കുഞ്ഞ് മാറുന്ന കാഴ്ചയാണ് കാലം നമുക്ക് സമ്മാനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം കൂവപ്പടി ഗണപതി വിലാസം ഹൈസ്കൂളിൽ പഠനം. വൈദികനാകണമെന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ മുമ്പിൽ കുടുംബാംഗങ്ങൾ സ്നേഹത്തോടെ കീഴടങ്ങി. തുടർന്ന് വൈദിക പഠനത്തിനായി എറണാകുളം മൈനർ സെമിനാരിയിലേക്ക് അപ്പച്ചൻ്റെ കൈപിടിച്ച് നടന്നു ആ പ്രിയപ്പെട്ട മാണിക്കത്താൻ കുടുംബത്തിലെ മാണിക്യം. മൈനർ സെമിനാരിയിലെ പരിശീലനത്തിന് ശേഷം പിതാക്കന്മാർ തീരുമാനിച്ചു 1973 ഡിസംബർ 19 തിരുപ്പട്ടം നൽകാമെന്ന്. പിന്നീട് നാം കണ്ടത് ഈ വൈദികൻ തൻ്റെ ശോഭനമായ വിശാലമായ ഭാവി തുറക്കപ്പെടുന്നതിൻ്റെയാണ്. ഡിസംബർ 19 ആ പ്രഭാതത്തിന് പതിവിലേറെ തണുപ്പുണ്ടായിരുന്നു. എങ്കിലും ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിൽ തീഷ്ണത, മുഖത്ത് ഒരു നറുചിരി, പരിമളം പരത്തുന്ന സൗരഭ്യമായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഒരു തീർത്ഥയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പായിരുന്നു അന്ന് ആ യുവാവ് നടത്തിയത്. ചേരാനെല്ലൂർ സെന്റ് സേവേഴ്സ് പള്ളിയിലെ അൾത്താരയിൽ അഭിവന്ദ മാർ സെബാസ്റ്റ്യൻ മങ്കഴിക്കരയുടെ കൈവെപ്പ് ശുശ്രൂഷ വഴി തിരുപ്പട്ടം സ്വീകരിച്ച ആ 25-കാരൻ തൻ്റെ മനസ്സിൽ തൻ്റെ ക്രൂശിതൻ്റെ രൂപം കുറിച്ചിട്ടു. അന്ന് ആ പ്രഥമ ദിവ്യബലി അർപ്പിച്ച ആ വൈദികൻ തൻ്റെ മനസ്സിൽ ഇങ്ങനെ കോറിയിട്ടു: സുദീർഘമായ ചരിത്രത്താൽ സമ്പന്നവും മാനവ പരിപൂർണതയിലേക്ക് മുന്നേറുന്നതും ജീവന്റെ ആത്യന്തികമായ ലക്ഷ്യം നിറവേറ്റുന്നതും പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. സഭയാണ് സ്വർഗത്തിൻ്റെ വാതിൽ. സഭ തന്നെയാണ് ഈ ലോകത്തിൻ്റെ യൗവനവും. ഈ യൗവനത്തിലേക്ക് ആടുകളെ നയിക്കുവാൻ എൻ്റെ ഈ ചെറിയ ജീവിതം നസ്രായനുള്ളതാണ്. സ്വർഗം ചൊരിഞ്ഞ കൃപയുടെ രാഗങ്ങൾ തൻ്റെ ജീവിതമാകുന്ന വീണയിലൂടെ മീട്ടി ശ്രുതിമധുരങ്ങളായ ഗാനങ്ങളാക്കി ഓരോ ആടുകൾക്കും സമ്മാനിച്ച ഈ മനുഷ്യസ്നേഹിയുടെ ജീവിത സമർപ്പണത്തിൻ്റെ അതിസുന്ദരമായ കാവ്യങ്ങളിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങാം. കാലം നമുക്കായി കരുതി വെച്ച സമ്മാനമാണ് ഈ വൈദികൻ. അജപാലന ശുശ്രൂഷയിലൂടെ 1973 ഡിസംബർ 19 അഭിവന്ദ്യ മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരയിൽ നിന്നും കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യം സ്വീകരിച്ചു. വൈദിക പരിശീലന കാലയളവിൽ തന്നെ BD ഡിഗ്രി കരസ്ഥമാക്കി. തുടർന്ന് ഞാറയ്ക്കൽ, തൃപ്പൂണിത്തുറ പള്ളികളിലേക്ക് അസിസ്റ്റന്റ് വികാരിയായി സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടു. തൃപ്പൂണിത്തുറ പള്ളിയിൽ വെച്ച് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്നും BCom ഡിഗ്രി പാസ്സായി. തുടർന്ന് വികാരിയായി
യോർധനാപുരം പള്ളിയിലേക്ക് നിയമനം. അജപാലന ശുശ്രൂഷയോടൊപ്പം കാലടി ശ്രീശങ്കര കോളേജിൽ നിന്ന് M.Com റാങ്കോടെ പാസ്സായി. തുടർന്ന് അച്ചിനകം, കരയാമ്പറമ്പ് പള്ളി, മുന്നോർപ്പിള്ളി, നെടുമ്പറക്കാട് പള്ളി, മേരിഗിരി, കൈപ്പട്ടൂർ പള്ളി, കളമശ്ശേരി സോഷ്യൽ സെന്റർ, കുടവച്ചൂർ, കിഴക്കമ്പലം പള്ളികളിൽ അജപാലന ശുശ്രൂഷ ചെയ്തു. കേരള കാത്തലിക് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ പ്രോജ്വല തുടക്കത്തിന് ഈ അവസരത്തിൽ നന്ദി കുറിക്കാൻ സാധിച്ചു. ജനശ്രദ്ധയെ ആകർഷിച്ച അനേകായിരം കരിസ്മാറ്റിക് ധ്യാനങ്ങളും സെമിനാറുകളും കൺവെൻഷനുകളും സംഘടിപ്പിച്ചു. കൊമേഴ്സ് അധ്യാപകനായി സ്വാശ്രയ കോളേജിൽ സേവനം ചെയ്തു. കളമശ്ശേരി സോഷ്യൽ സെന്റർ ഡയറക്ടർ, കിഴക്കമ്പലം ഫൊറോന പള്ളി വികാരിയായും സേവനം ചെയ്തിട്ടുണ്ട്. തുടർന്ന് തുരുത്തിപ്പുറം പള്ളിയിലേക്ക് വികാരിയായി സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടു. തുരുത്തിപ്പുറം ദേവാലയത്തിൽ നിന്നുമാണ് ബഹുമാനപ്പെട്ട ജോർജ് മാണിക്കത്താനച്ചൻ 70ൻ്റെ നിറവിൽ ചരിത്രമുറങ്ങുന്ന സഭാസാക്ഷികളുടെ മണ്ണിലേക്ക്, വിശ്വാസ തീക്ഷ്ണതയുടെ ഊഷരഭൂമിയായ സൂനകദോസിൻ്റെ മണ്ണായ ഉദയംപേരൂരിലേക്ക്, കന്തീശങ്ങൽ കാവലാളായ സൂനകദോസ് പള്ളിയിലേക്ക് അജപാലന ദൗത്യവുമായി വന്നത്. ആടുകളുടെ ഗന്ധം തിരിച്ചറിയുന്ന നല്ല ഇടയൻ ഉദയംപേരൂരിൻ്റെ ഇടയനായി മാറി എന്നതാണ് പിന്നീട് നാം കണ്ടത്. ദൈവാനുഗ്രഹത്തിൻ്റെ 5 വർഷങ്ങൾ ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കേണ്ടവയാണ്. കായലും കരയും ഇണമിണഞ്ഞ് കിടക്കുന്ന നാനാജാതി മതസ്ഥരുടെ സംഗമവേദിയായ ഉദയംപേരൂരിൻ്റെ വളക്കൂറുള്ള മണ്ണിൽ ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങളുണ്ടായിരുന്നു. ആ ദൈവാനുഗ്രഹത്തിൻ്റെ 5 വർഷങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. താൻ കണ്ടറിഞ്ഞ ദൈവസ്നേഹം ഉദയംപേരൂരിലെ ആടുകൾക്ക് മാണിക്കത്താനച്ചൻ ആവോളം നൽകി. ഞാൻ നിങ്ങൾക്ക് സ്വർഗം കാട്ടിത്തരാമെന്ന സന്ദേശം ഇടവാംഗങ്ങളെ ആത്മീയതയുടെ പരകോടിയിലെത്തിച്ചു. ധാരാളം ധ്യാനങ്ങളും വചനപ്രസംഗങ്ങളും ഈ കാലയളവിൽ സംഘടിപ്പിക്കപ്പെട്ടു. കപ്പൂച്ചിൻ മിഷൻ ധ്യാനം നോമ്പുകാലത്ത് സംഘടിപ്പിച്ചു. ഇടവക മധ്യസ്ഥരായ ഗർവാസിസ് പ്രോത്താസിസ് കന്തീശങ്ങളുടെ നൊവേന ഇടവക പള്ളിയിൽ ആരംഭിച്ചു. 2019 ഇടവക തിരുനാളിന് ഇരട്ട സഹോദരങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു. ഈ ഒരു മഹാസംരംഭം ഇന്നും തുടർന്നു പോരുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ അഭിവന്ദ്യ ആന്റണി കരിയൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇരട്ട സഹോദരങ്ങളുടെ സംഗമവേദിയാക്കി തീർത്ഥാടന കേന്ദ്രമാക്കി ഈ ഇടവകയെ അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വികാരിയച്ഛൻ നൽകി. കുട്ടികളുടെ കലാ, കായിക, സാംസ്കാരിക കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചു. തീക്ഷ്ണമതികളായ മധ്യാധ്യാപകരെ വാർത്തെടുക്കുന്നതിൽ അച്ഛൻ മുന്നോട്ടിറങ്ങി. വിശ്വാസ പരിശീലനത്തിനു വേണ്ടിയിട്ട് പള്ളിമേടയുടെ മുകളിൽ ക്ലാസ് മുറികൾ നിർമ്മിക്കുകയുണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലന വിഭാഗം ഡയറക്ടർ റവറൻ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ ഇത് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ പരിശീലന വാർഷികം എല്ലാ വർഷവും ജൂലൈ 3 ആഘോഷിച്ചു വരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഇടവകങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനു വേണ്ടിയിട്ട് ഒരു ജീവകാരുണ്യനിധി സ്വരൂപിച്ചു. വെർബും ദേയി എന്ന പേരിൽ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന 10 ക്ലാസുകൾ ഉൾപ്പെടെയുള്ള ഒരു പഠന ശിബിരം സംഘടിപ്പിച്ചത് സംഘാട മികവിന് ഉദാഹരണമാണ്. ഈ കാലയളവിൽ വെർബും ദേയി എന്ന പേരിൽ ഓൺലൈൻ ബൈബിൾ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മുടങ്ങിക്കിടന്നിരുന്ന പാരിഷ് ബുള്ളറ്റിൻ എൻ്റെ ഇടവക എന്ന പേരിൽ പുനരവതരണം നടത്തി. ഉദയംപേരൂർ ഇടവാംഗങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു ചരിത്ര പ്രസിദ്ധമായ സൂനകദോസ് പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനം. മാറി മാറി വന്ന വൈദികർ ഏറ്റെടുക്കുവാൻ മടിച്ചത് 75ൻ്റെ നിറവിൽ മാണിക്കത്താനച്ചൻ ഏറ്റെടുത്തു. ഒട്ടും പഴമ ചോരാതെ പള്ളിയുടെ തനിമ അതേപടി നിലനിർത്തി 2 വർഷത്തെ പുനർനിർമ്മാണ പ്രക്രിയയിലൂടെ ഈ ദേവാലയം ഇടവകാംഗങ്ങളുടെ സഹകരണത്തോടെ ഞങ്ങൾ സ്വപ്നം കണ്ടതിലും അതിമനോഹരമായി ഇക്കഴിഞ്ഞ നവംബർ 9 വ്യാഴാഴ്ച വൈകിട്ട് 5:30 അഭിവന്ദ്യ മാർ തോമസ് ചക്കിത്ത് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. പ്രിയ വൈദികൻ ബഹുമാനപ്പെട്ട
ജോർജ് മാണിക്കത്താൻ അച്ഛൻ. ഈ 50 വർഷങ്ങൾ ലാളിത്യത്തിൽ ജീവിച്ച്, കനൽ വഴികളിലൂടെ നടന്ന്, താപസനായി ജീവിച്ച്, ദൈവത്തെ പുറന്തള്ളിയ ലോകത്തോട് കലഹിച്ച്, ഇരുളിനെ വെളിച്ചമായും വെളിച്ചത്തെ ഇരുളായും ചമച്ച സംസ്കാരത്തോട് കലഹിച്ച്, സമരം ചെയ്ത്, പാപപുണ്യങ്ങൾക്ക് അതിരുകൾ തീർത്ത്, താൻ കണ്ടറിഞ്ഞ, താൻ അനുഭവിച്ചറിഞ്ഞ, താൻ കേട്ടറിഞ്ഞ ദൈവസ്നേഹത്തെ അനേകായിരങ്ങൾക്ക് പകർന്നു കൊടുത്ത ഈ പുണ്യ പുരോഹിതന് ഈ ജീവിതയാത്രയിൽ നമുക്കും തീർത്ഥാടകരോടൊപ്പം പങ്കുചേരാം. നമുക്ക് ഈ ജീവിതം ലോകത്തിന് കാട്ടിക്കൊടുക്കാം. പാടാം നമുക്ക് സ്തുതിഗീതികൾ. പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ ഇനിയുമുണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഇനിയുള്ളതെല്ലാം ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് എഴുതപ്പെടേണ്ടതാണ്. ഉദയംപേരൂരിൽ ഇങ്ങനെയൊരു വൈദികനുണ്ടായിരുന്നു. ആടുകളുടെ ഗന്ധം തിരിച്ചറിയുന്ന മനുഷ്യസ്നേഹിയായ, നിഷ്കളങ്കനായ ഒരു 75കാരൻ. പൗരോഹിത്യം മനുഷ്യനെ ദൈവത്തിൻ്റെ ഒപ്പം ഉയർത്തുന്ന ഒരു പ്രക്രിയയാണ്. അത് ഒരു കൂദാശയാണ്. മാലാഖയെയും വൈദികനെയും കണ്ടാൽ ഞാൻ വൈദികനെ സ്തുതി പറയുമെന്ന വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ആ സംഭവബഹുലമായ പ്രഖ്യാപനം ഇവിടെ ഓർത്തുപോകുകയാണ്. അതെ, അത്രയേറെ വിശുദ്ധിയുടെ പടവുകൾ താണ്ടിയ ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജോർജ് മാണിക്കത്താൻ അച്ഛൻ. നേരാം നമുക്ക് ആശംസകൾ, പാടാം നമുക്ക് സ്തുതിഗീതികൾ. ദീർഘനാളിങ്ങനെ മേഘമേലുയരട്ടെ, സൂര്യചന്ദ്രാദികൾ കാവലാളാകട്ടെ, മാലാകവൃന്ദം മാധുരി പൊഴിക്കട്ടെ, രാവും പകലും മാറി മാറി, സത്യധർമാദികൾ കൂടെയുണ്ടാകട്ടെ താവക വീതിയിലെങ്ങും, സ്വപ്നങ്ങൾ നിറയട്ടെ ജീവിത ഇടനാഴിയിൽ, ശാതുലമാകട്ടെ ജീവിത സൗഗന്ധികം, പുഷ്പങ്ങളായി നിറയട്ടെ നിന്റെ കർമ്മപദങ്ങൾ, ആയിരം വർണ്ണങ്ങൾ നിന്നിനുള്ളിൽ നിറയട്ടെ, അതിൽ നിന്റെ പ്രിയപ്പെട്ട നസ്രായനുണ്ടാകട്ടെ. ആശംസകൾ. ഞങ്ങളുടെ പ്രിയ മാണിക്കത്താനച്ഛന്, പ്രിയപ്പെട്ട ജോർജ് അച്ഛന്, ഉദയംപേരൂർ സുവനകദോസ് പള്ളി ഇടവാംഗങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള സ്നേഹാശംസകൾ ഏറ്റവും ഹൃദ്യമായി നേരുന്നു. നന്ദി.